ഫെഡറേഷന്റെ അകമഴിഞ്ഞ സഹായം മൂലമുണ്ടായ അൺസർട്ടനിറ്റിയുടെ ചൂട് പിടിച്ച് വിദേശ താരങ്ങളെ ഒഴിവാക്കി പകരം സ്മാർട്ട് റിക്രൂട്ട്മെന്റ് നടത്തി വിദേശ താരങ്ങളെ കൊണ്ടുവന്നു. അവിടെ വരെ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. പക്ഷെ പുതുതായി വന്ന വിദേശ താരങ്ങൾ പ്രതീക്ഷക്കൊത്ത് ഉയരാതെ വന്നതാണ് നമുക്ക് വിനയായത്. എന്തായാലും ആ പിഴവ് മനസ്സിലാക്കി അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള താരങ്ങളെ ഒഴിവാക്കി പകരം താരങ്ങളെ കൊണ്ടുവന്നു. ഫാലു അൻഡായും കരീം ബെനാരിഫും ഒക്കെ അത്തരത്തിൽ ടീമിലെത്തിയവരാണ്. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും ഒരു വിദേശ സൈനിങ് കൂടി നടത്താൻ പോകുന്നതായിട്ട് മാർക്കസ് മർഗുലാവെ പോലുള്ള ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയൊരു വിദേശ താരത്തെ സൈൻ ചെയ്യാനുള്ള പ്രോസസ്സിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വരാൻ സാധ്യത കൽപ്പിക്കുന്നത് ഒരു സ്ട്രൈക്കർ ആണെന്നും പറയപ്പെടുന്നുണ്ട്. നടന്നാൽ ആഷ്ലി വെസ്റ്റ്വുഡ് കോച്ചായി ചാർജ് എടുത്തതിന് ശേഷമുള്ള രണ്ടാമത്തെ ഫോറിൻ സൈനിങ് ആകുന്നത്. നെക്സ്റ്റ് 24 അവേഴ്സിനുള്ളിൽ പ്രൊസീജിയേഴ്സ് പൂർത്തീകരിച്ച് സൈനിങ് പൂർത്തിയാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആരാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നതെന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. എന്തായാലും നമ്മുടെ ഈ പുതിയ നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്.